നല്ലൊരു നാടൻ പുളിങ്കറി കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. പുളിങ്കറി എന്ന് പറയുമ്പോൾ പല രീതിയിലേക്ക് വെക്കുന്നുണ്ടാവും. ഞാൻ മുന്നേ തന്നെ ഒരു മത്തങ്ങയുടെ പുളിങ്കറി ചെയ്തിട്ടുണ്ടായിരുന്നു, വീണ ചേച്ചി ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പുളിങ്കറിയാണ്. ഞാൻ ഇതുവരെ റെസിപ്പി കാണിച്ചിട്ടില്ല. എൻ്റെ അമ്മ അത് ഇങ്ങനത്തെ പുളിങ്കറികൾ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ അതെനിക്ക് ചെയ്യാൻ കാണിക്കാനുള്ള പ്രചോദനം ഉണ്ടായത് നമ്മുടെ നാട്ടുകാരൻ തന്നെയായുള്ള കൃഷിച്ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ കൃഷീസ് വ്ളോഗിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഈ റെസിപ്പി കാണിച്ചപ്പോഴാണ് കേട്ടോ. 1/4 കിലോൻ്റെ ഒരു കുമ്പളങ്ങാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 3/4 ഭാഗത്തിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ തൊലി മുള്ളിലത്തെ ആ കുരുക്കളൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി നമ്മൾ എടുക്കുന്നുണ്ട് ഈ ഒരു അളവിലേക്ക്. 2 തക്കാളിയിലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഈ ഒരു വലുപ്പമുള്ള ഒരു തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് റെസിപ്പി ഒന്നും ഇല്ലേന്ന്. ഞാൻ അത്യാവശ്യം എൻ്റെ രീതിയിലുള്ള റെസിപ്പി ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഞാൻ ശീലിച്ചു പോയിട്ടുള്ള റെസിപ്പികൾ കാണിക്കാറുണ്ട്. അതിന് പുറമായിട്ട് നമ്മൾ യൂട്യൂബിൽ നമുക്ക് പുതുമയായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്തിട്ട് മറ്റുള്ളവരെയും കൂടി അറിയിക്കണം എന്ന് തോന്നിക്കുന്ന റെസിപ്പികളായിട്ട് ഞാൻ എൻ്റെ പേജിൽ നാടനായിട്ട് എല്ലാമായിട്ട് കാണിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു കൃഷീസ് വ്ളോഗ് അറിയാത്തവരാവും. അപ്പോൾ എൻ്റെ വീഡിയോ വഴി അവരുടെ പേജും കൂടി 4 ആളുകൾ അറിയുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു ഉപകാരമാവട്ടെ എന്നിട്ടാണ് ഞാൻ ചിന്തിക്കാറ്. ഒരാളുടെ സെയിം റെസിപ്പി അതേപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്ത് ചെയ്യുമ്പോൾ എന്തായാലും അവരുടെ പേര് മെൻഷൻ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ്. അതൊക്കെ പോട്ടെ, നമുക്ക് റെസിപ്പിയിലേക്ക് വരാം. കുമ്പളങ്ങ തൊലി കളഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ചേർത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതിനുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് 3 ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അത്ര വലിയ എരിവ് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ പച്ചമുളക് 3 ചേർത്തിട്ടുണ്ട്. നിങ്ങൾ അത്ര വലിയ എരിവിൻ്റെ ആൾക്കാരല്ലേ നിങ്ങൾ ഇതൊക്കെ കുറയ്ക്കുക കേട്ടോ. കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നതെങ്കിലേ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങ വേവൂട്ടാ. പക്ഷെ ഞാൻ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്, എല്ലായ്പ്പോഴും ചെയ്യണ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് തുറന്ന് വെച്ച് വേവിക്കുന്നുണ്ട്. സംഭവം വേവാണ്ടായപ്പോൾ വീണ്ടും ഞാനൊരു 3/4 കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുത്തത്. ഇതിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. നാളികേരം 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ക്യൂമിൻ സീഡ്. നമ്മൾ പുട്ടിലും അതുപോലെ തന്നെ പച്ചക്കറികളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ജീരകം കേട്ടോ ഈ നല്ല ജീരകം എന്ന് പറയുന്നത്. അതും കൂടി ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കാം. കുമ്പളങ്ങ വെള്ളമൊക്കെ വറ്റി നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിങ്കറി ആയതുകൊണ്ട് തന്നെ പുളി ഒഴിക്കണം. വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളി അല്ലെങ്കിൽ പഴംപുളി എന്നൊക്കെ പറയുന്ന, നമ്മൾ സാധാരണയായിട്ട് വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളി എന്നാണ് പറയാറ്. അത് പിഴിഞ്ഞ് വെച്ചിട്ട് നല്ല കട്ടിക്ക് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1/4 കപ്പിന് താഴെയായിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഒഴിക്കുക കേട്ടോ. ഞാൻ എന്തായാലും 1/4 കപ്പിന് താഴെയായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ആ ഒരു മിനിമം ആയിട്ടുള്ള പുളിന് ഇതിന് സ്വാദാണ് കേട്ടോ. ആ പുളിയിട്ടതിന് ശേഷം 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കുക. അതിന് ശേഷം മാത്രമായിട്ട് നമ്മൾ അരപ്പ് ഒഴിക്കുന്നത്. നല്ല ജീരകവും തേങ്ങയും കൂടി അരച്ചിട്ടുള്ള അരപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. അരപ്പ് അരച്ചിട്ടുള്ള മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കറിയുടെ തിക്നെസ് ഒക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുക. നമ്മൾ അരപ്പിലധികം വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ട് നല്ല കുറുകനെ ഈ കറി എടുക്കാം. പക്ഷെ ഞാനത് ഈ ഒരു പരുവത്തിലാണ് എന്തായാലും എടുത്തിട്ടുള്ളത്. ഒന്ന് തിളവരണോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ കൂട്ടാൻ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി മെയിനായിട്ട് കടുക് താളിക്കാന്നുള്ളതാണ്. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ച് 2-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റും അതിൻ്റെ ഒരു സ്വാദും മണവും ഗുണമൊക്കെ തരുന്നത്. അപ്പോൾ പുളിങ്കറി സെറ്റായിട്ടുണ്ട്. തക്കാളിയും കുമ്പളങ്ങ ഇട്ടത്. നമുക്കിതിൽ കുമ്പളങ്ങ മാത്രമല്ല കേട്ടോ, കുമ്പളങ്ങയ്ക്ക് പകരമായിട്ട് വെള്ളം ഇരിക്കുക. അതല്ലെങ്കിൽ നമ്മളെ പപ്പായ ഉണ്ടല്ലോ, കർമൂസങ്കായ, അതല്ലെങ്കിൽ പടവലങ്ങ വെച്ചിട്ട് വരെ ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ നാടൻ കറികൾ പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെട്ടൊന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് മണ്ഡലകാലമാണ്, ഈ കറി എന്തായാലും ട്രൈ ചെയ്തേക്കോ. നല്ലൊരു സ്വാദുള്ള കറിയാട്ടോ.